ഈ നീളം ഇതിലെടുത്ത് ഒന്നും കൂടെ ചുറ്റി 2 പിന്നെ ഇത് മേളിൽ കൂടെ തന്നെ ഇങ്ങനെ എടുക്കണേ. ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്തൂടെ ചുറ്റി ഇങ്ങനെ വരും. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടെ വലിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് വേണ്ട ലെങ്ത് എവിടെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് അവിടെ വെക്കാം. ഇതാ ഈ ലെങ്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്തിൽ വെച്ച് അവിടെ വെച്ച് ഇത് ടൈറ്റ് ആക്കാം. ഇവിടെ കൂടെ വലിച്ച് ടൈറ്റ് ആക്കാം. ഇവിടെ വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ ഇവിടെ രണ്ടും കൂടെ വലിച്ചെങ്കിൽ ടൈറ്റ് ആക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ടൈറ്റ് ആക്കിയ ശേഷം വീണ്ടും ഇത് ഇതിലെടുക്കാം. മേളിൽ കൂടെ തന്നെ എടുക്കുക. എന്നിട്ട് അടിയിലൂടെ എടുത്ത് ഇവിടെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് വീണ്ടും ഇത് മേളിൽ കൂടെ എടുത്ത് അടിയിൽ കൂടെ തന്നെ ഒന്നുകൂടി ടൈറ്റ് ചെയ്യാറ്. ഒന്നുകൂടി ഇവിടെ ടൈറ്റ് ചെയ്തു. അപ്പം ആദ്യത്തെ നോട്ട് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ നോട്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നോട്ട് ഇവിടെ തന്നെ കംപ്ലീറ്റ് ആയി. ഇത് രണ്ടാമത്തെ നോട്ട് അതിന്റെ പുറത്തിട്ടത്. മൂന്നാമത്തെ നോട്ട് ബാക്കപ്പ് നോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റ്. ഇനി ബാക്കപ്പ് നോട്ട് ഇടാൻ വേണ്ടി ആദ്യം ഇങ്ങോട്ട് വെക്കുക. വേണമെങ്കിൽ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പിടിച്ചേക്കാം. എക്സ് സിമ്പിൾ വരാൻ വേണ്ടി കാണാൻ വേണ്ടി കൈ വെച്ചു. മേളിൽ കൂടി ഇട്ടപ്പോൾ ഇതൊരു എക്സ് സിമ്പിൾ വന്നു. എക്സ് സിമ്പിൾ വന്നതിന് ശേഷം വീണ്ടും മേളിൽ കൂടെ ഒന്നും കൂടെ വേണം ചുറ്റാൻ. ഇതുണ്ടെങ്കിൽ ചുറ്റി ഇതിൻ്റെ അകത്ത് കൈ വിരൽ പോകുന്ന വിരലിന് പകരമായിട്ട് നമ്മുടെ ഇത് കയറ്റണം. കൈ ഇങ്ങനെ വന്ന് വിരലിന് പകരം ഈ വള്ളി അതിൻ്റെ അറ്റം ഇതിലേക്ക് കയറ്റി ബാക്കപ്പ് നോട്ട് തയ്യാറ്. ബാക്കപ്പ് നോട്ടും ടൈറ്റാക്കി. ബാക്കപ്പ് നോട്ടും കൂടി ടൈറ്റാക്കി നമ്മളെ കെട്ട് പൂർത്തിയായി. അപ്പോൾ നമ്മൾ 3 നോട്ടാണ് ഇതിൽ മെയിനായിട്ട് ഇട്ടേക്കുന്നത്. ആദ്യത്തെ നോട്ട് വെച്ച് ഇട്ടതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് എവിടെയെന്ന് വെച്ചാൽ അവിടെ മുറുക്കിയ ശേഷം അതിൻ്റെ പുറത്തൂടെ ഒരു ഹാഫ് ഇച്ചും കൂടി ഇട്ടു. ഹാഫ് ഇച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ ഒരു ബാക്കപ്പ് നോട്ടും കൂടി ഇട്ടു. ബാക്കപ്പ് നോട്ട് അല്ല സ്റ്റോപ്പർ നോട്ടാണ് രണ്ടും വരെ ലാസ്റ്റ് ഇട്ട് നോട്ട്.